ഹലോ ഹലോ. എടോ മോട്ടു, എല്ലാവരോടും താനാ ഗുഡ് ന്യൂസ് എന്ന് പറയേ. ഗുഡ് ന്യൂസിനേക്കാൾ വലിയ സൂപ്പർ ന്യൂസ് അല്ലേ പറയാൻ പോകുന്നേ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ടിവിയിൽ മാത്രമല്ല ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റുമെന്നേ. ഇതിലുണ്ട് അൺലിമിറ്റഡ് ടൂൾസിന്റെ ഉത്സവം, പ്രീമിയം എന്റർടൈൻമെന്റ്, കൂടാതെ ലൈവ് സ്പോർട്സ്. ജിയോ ഹോട്ട്സ്റ്റാർ, ദ വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. ഇന്ന് നിനക്ക് ഭാഗ്യമുള്ള ദിവസമാണ് പപ്പി. നിന്റെ ആഗ്രഹത്തിന് പപ്പി സാർ ഓക്കെ പറഞ്ഞിരിക്കുകയാണ്. ഗോൾഡൻ ഹിൽസിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള ഷിംലയിലെ കുളിരുള്ള പ്രദേശത്തിൽ മഞ്ഞുമലകളുടെ ഇടയ്ക്ക് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അതിനാണ് പറയുന്നത് ഗ്രാൻഡ് ആയ ക്രിസ്മസ് സെലിബ്രേഷൻ. ചൂടാണ്, പക്ഷേ എന്റെ ശരീരം തണുപ്പ് കൊണ്ട് വേറെയൊക്കെയാണ്. പക്ഷെ പ്രിൻസിപ്പൽ സാറി 5 കുട്ടിച്ചാത്തന്മാരേക്ക് എന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്? ഇവിടെ വെക്കേഷൻ സെലിബ്രേറ്റ് ചെയ്യുമ്പോ പോലും ഇവന്മാരെ എന്തെങ്കിലും ഗുലുമാലി ഒപ്പിക്കാം. ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റു. പപ്പി, നീ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല സാർ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല സാർ. അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ഷിംലയിൽ നല്ല ജോളി ആയിട്ടുണ്ട് സാർ. ശരിക്കുള്ള തമാശ വൈകുന്നേരമാണ് ഉണ്ടാവുക. അപ്പോ നമ്മുടെ മേയർ സാറിന്റെ ക്രിസ്മസ് പാർട്ടി നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോവുകയാ. അത്തരം ഒരു ക്രിസ്മസ് പാർട്ടി നിന്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടു കാണുകയില്ല. പപ്പി, ഈ പാർട്ടിയെ കുറിച്ച് നീ കുട്ടികളോടൊന്നും. കുട്ടികളോ? നിങ്ങൾ കുട്ടികളെ ഓർത്ത് വിഷമിക്കണ്ട സാർ, ഞാൻ അവരെ ഡീൽ ചെയ്തോളാം. സൈക്ലിംഗ് ആയാലും സ്കീയിങ് ആയാലും നിന്റെ മാധവനെ കൊണ്ട് എന്റെ ഗോപാലിനെ ഒന്നും ചെയ്യാൻ പറ്റൂല. നോക്കിയേ, ഈ സ്ഥലം ഭയങ്കര ഡെക്കറേഷൻ ആണല്ലോ. ഇവിടെ എന്താ കാര്യം ഗോപു? അത് എന്താണെന്നോ, ഇവിടെ ഒരു ഗ്രാൻഡ് ആയ ക്രിസ്മസ് പാർട്ടി നടക്കാൻ പോവുകയാണ്. അതിന് ഹോസ്റ്റാണ് ഷിംലയുടെ മേയർ സാർ. പിന്നെ അവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതാരാണെന്ന് അറിയുമോ? ഞങ്ങളല്ലേ? അല്ല, പ്രിൻസിപ്പൽ സാറാണ്. എവിടെ പ്രിൻസിപ്പൽ സാറുണ്ടോ അവിടെ ഞാനും ഉണ്ടാകും. എന്താ ചെയ്യാനാ, നിങ്ങൾക്ക് ആർക്കും ഈ പാർട്ടിയിൽ വരാൻ പറ്റില്ല. പിന്നെ ഷിംലയ്ക്ക് വന്നിട്ട് മേയർ സാറിന്റെ സ്പെഷ്യൽ ക്രിസ്മസ് പാർട്ടി കണ്ടില്ലെങ്കിൽ പിന്നെ എന്റെ ജീവിതത്തിന് വേസ്റ്റ് ആയി പോവാ. ഈ ക്രിസ്മസ് പാർട്ടിയിൽ നമ്മൾ എന്തായാലും പങ്കെടുത്തേ പറ്റൂ. എന്തായാലും ശരി. വരൂ എല്ലാവരും വേഗം വരൂ. ആ ട്രക്കിൽ നിന്ന് സ്നോമാൻ മോഡൽസിനെ ഒക്കെ വേഗം താഴേക്ക് ഇറക്ക്. എന്നിട്ട് അതിനെ കൊണ്ടുപോയി ആ പാർട്ടി ഗ്രൗണ്ടിൽ വേഗം അലങ്കരിച്ച് വെക്ക്. പാർട്ടി അറ്റൻഡ് ചെയ്യാൻ നിങ്ങളെല്ലാം റെഡി ആയിരുന്നു കൂട്ടുകാരെ. എടാ ഒന്ന് അടങ്ങി നടക്കടാ, ഒരുപാട് പണി ബാക്കി കിടക്കുക. ഈ എക്സ്ട്രാ സ്നോമാൻ എവിടുന്നാണ് വന്നത്? ബാക്കിയുള്ള സ്നോമാൻ ഒന്നും ഇത്രയും കനം ഉണ്ടായിരുന്നില്ലല്ലോ. ഇത്രയ്ക്ക് ഗിഫ്റ്റോ? അതോ ഇത്രയ്ക്കോ? വാവ്, നമുക്ക് ഇതിന്ന് 4-5 പാക്ക് എടുത്താലോടാ. എന്തായാലും ആരും അറിയാൻ പോകുന്നില്ലെന്നേ. കിട്ടിയത് മൊത്തം മുതലാക്കണം. ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് സ്വന്തമാക്കുന്നത് ഒരു പ്രത്യേക ത്രില്ല് തരും. സ്നോമാന്റെ കൂടെ ഒരു സെൽഫി എടുത്തേ പറ്റോ. ആരാ തുമ്മിയത്? വേഗം ലൈനിൽ ചെന്ന് സ്നോമാൻ എങ്ങനെ റോമാൻ ആയത്? അത് ഇമ്പോസിബിൾ ആണല്ലോ. തുമ്മുന്ന ഒരു തരം സ്നോമാനോ? അതോ സ്നോമാന്റെ അകത്ത് തുമ്മുന്ന ലക്ഷ്മൺ പതുങ്ങിയിരിക്കാണോ? അപ്പൊ പാർട്ടിയില് പതുക്കെ വലിഞ്ഞു കയറി വന്നതായിരിക്കുമോ? ആരെവിടെ പതുങ്ങിയിരുന്നാലും അവരുടെ മുഖം മൂടി ഞാൻ വലിച്ചു കീറുന്നതായിരിക്കും. വെറുതെ എവിടെ ഞാൻ. എടാ മരമണ്ട ലക്ഷ്മണ, കുറച്ചേരം നിനക്ക് തുമ്മാതിരിക്കാൻ പറ്റില്ലടാ. പുറത്തിറങ്ങി വാടാ കള്ള ലക്ഷ്മണ. ചേടാ
അപ്പോ ഇതിനകത്ത് ഇല്ലേ? അപ്പൊ അടുത്തതിൽ തീർച്ചയായിട്ടും ഉണ്ടാകുക. ചേട്ടാ ഇതിലും ഇല്ലേ? ഓക്കെ, എനിക്ക് തോന്നുന്നത് പപ്പിനെ നമ്മളെ ഒരു വഴിയാക്കാതെ വിടില്ലെന്ന്. കൊള്ളാം മേയർ സാർ, എത്ര അടിപൊളി പാർട്ടിയാണ് നിങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓ താങ്ക് യു മിസ്റ്റർ പട്വർദ്ധൻ. ഇതൊക്കെ എന്ത്? അത് കൊള്ളാം. ഇതിനകത്ത് കയറി പതുങ്ങിയിരിക്കാണല്ലേ? ഇപ്പൊ കാണിച്ചാലാടാ. എന്തൊക്കെയാണോ നീ കാണിക്കുന്നത്? എടാ പപ്പി, എന്റെ ഈ ക്രിസ്മസ് പാർട്ടി നശിപ്പിക്കാനായിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? ഇനി നീ ഇവിടെ ഉള്ള ഒരു സ്നോമാന്റെ ദേഹത്ത് പോലും കൈവെക്കരുത്, പറഞ്ഞേക്കാം. അങ്ങനെ എങ്ങനെ ചെയ്താൽ ഞാൻ നിന്നെ ഒരു സ്നോമാൻ ആക്കി ഇവിടെ തന്നെ പ്രതീക്ഷിക്കും, മനസ്സിലായോ? പപ്പി ജസ്റ്റ് മിസ്സിൽ എസ്കേപ്പ് ആയത്. ഗോപു അത് കണ്ടോ? മാധവൻ നമ്മളെ തോൽപ്പിച്ച പ്രാവശ്യം മുന്നിൽ പോയിരിക്കുക. അല്ലടാ, നമ്മള് പാട്ടിന്റെ അകത്ത് എങ്ങനെയാടാ പോവാ? ഐഡിയ ചെയ്യേ. ഓ നിന്നെയൊക്കെ കൊണ്ട് തോറ്റു. ഒന്ന് വേഗമാണെങ്കിൽ നടക്കാം. ഇത് ഇന്ന് തന്നെ തീർക്കാനുള്ളതാ. ഐഡിയ. ചാൻസ് കിട്ടുമ്പോ കഴുതകളെ, ഞാൻ പറയാൻ വന്നത് റെഡ് ഡിയറിനെ പോലും ഫ്രണ്ട്സായി മാറ്റണടാ. ബാക്കിയുള്ള റെയിൻഡിയർ പോലൊന്നും അല്ലല്ലോ. ഇതിനെന്താ ഇത്ര കനം? ഇതിലും ഭേദം ചന്ദ്രചേട്ടന്റെ കടയിലെ റേഷനരി പൊക്കാൻ പോകുന്നതാ. ഇത് ഇരുമ്പ് ചെമ്പൊന്നും അല്ല, അതിൽ കൂടിയതോ ഇനവാ. ലക്ഷ്മണ, ഈ പാർട്ടിയിൽ ലോകമെമ്പാടുമുള്ള ഒരുപാട് കേക്കും ഒരുപാട് പേസ്ട്രിയും ഉണ്ട്. വാവ്. നീ കഴിച്ചോ? പക്ഷെ എനിക്കും കുറച്ചെത്താ. ഞാനത് പുറകിലുള്ള Okay, done. പപ്പി. അതേതായാലും കലക്കേ. ക്ലൈമറ്റ് അടിപൊളിയായിട്ടുണ്ട്. ഐസ്ക്രീം കലക്കി. പക്ഷെ എനിക്കത് തിന്നാൻ പറ്റില്ലല്ലോ. ഷടാ, എന്റെ ഐസ്ക്രീം എവിടെ പോയി? എന്തുമാത്രം ജ്യൂസസ് ഇവിടെ ഉള്ളത്. അത് ഞാൻ ടേസ്റ്റ് ചെയ്യണം. അത് ഞാൻ വിടില്ല. എന്താ ഇത്? റെയിൻഡിയറുടെ വേഷത്തിൽ ഗോപാലോ. ലക്ഷ്മണ ഓടിക്കോ. പപ്പിയെ കളിപ്പിക്കാനൊന്നും പറ്റില്ല. ഞാനിപ്പോ ലെഫ്റ്റാ കട്ട് ചെയ്യണത്. ഏതാരെങ്കിലും ഒന്ന് തടഞ്ഞു നിർത്ത. നിന്നെ കൊണ്ട് ഞാൻ തോട്ടല്ലോടാ പപ്പി. ശ്ശടാ, ഞാൻ പോയി നോക്കാം സാർ, ദേഷ്യപ്പെടരുത്. എടാ പപ്പി, മതി നിന്റെ കളി. സാർ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഈ പാർട്ടിയിൽ ചിലർ ഇൻവൈറ്റ് ചെയ്ത് വന്നിരിക്കാണ് സാർ. ഞാൻ പറയുന്നത് കേൾക്ക് സാർ. അവരാരും അറിയാതെ പാർട്ടി എൻജോയ് ചെയ്യാണ് സാർ. ഇന്നിവിടെ വേറെ ആരും വന്നിട്ടില്ല. ഇതെല്ലാം നിന്റെ ഇമാജിനേഷൻ ആണ്. ഈ സ്ലേ നിന്റെ ലക്ഷ്മണ രേഖയാണ്. ഈ പാർട്ടി കഴിയുന്നത് വരെ നീ സ്ലേയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങരുത്. അല്ലെങ്കിൽ നീ പാർട്ടിയിൽ എന്തെങ്കിലും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. കേക്ക്, പേസ്ട്രി, ഡോണറ്റ്. ഗോപു, നിന്റെ വയറ് മൊത്തം നിറഞ്ഞാ മതിയോടാ. ഈ റെയിൻഡിയറിന്റെ വയറ് നിറയ്ക്കണ്ടേ? സോറി. ഇന്നാ ലക്ഷ്മണ നീയും കഴിക്ക്. ഗോപാലും ലക്ഷ്മണനുമോ? മാധവനും ലക്ഷ്മണനും ലക്കിയുമുണ്ട്. ഇത് മാധവനും ഗോപാലും ചേർന്ന് എന്റെ കൺമുമ്പില് ഗുലുമാല ഒപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഞാനിത് എന്ത് ചെയ്യാം? എനിക്ക് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. പ്രിൻസിപ്പൽ സാർ എന്നോട് പറഞ്ഞതല്ലേ, ഈ സ്ലേ എന്റെ ലക്ഷ്മണ രേഖയാണെന്നല്ലേ പറഞ്ഞത്. ഇത് കാണുന്നത് എനിക്ക് എങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്നാ ഈ ലക്ഷ്മണ രേഖ, അതായത് ഈ സ്ലേ ഗോപാലിന്റെ മാധവന്റെ അടുത്തേക്ക് പോകാമല്ലോ. അങ്ങനെ ചെയ്തേക്കാം. ലക്ഷ്മണ രേഖയിൽ നിന്ന് ഞാനിത് എസ്കേപ്പ് ആയി കഴിഞ്ഞു. ശ്ശടാ, പപ്പി, നീ നിന്റെ ലക്ഷ്മണ രേഖ കടന്ന് എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്? സർ, ഞാൻ ലക്ഷ്മണ രേഖയുടെ അകത്ത് തന്നെയുണ്ട് സർ. പക്ഷേ ഈ ലക്ഷ്മണ രേഖയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഔട്ട് ഓഫ് കൺട്രോൾ ആണ് ഈ സ്ലൈ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് സർ. കണ്ടില്ലേ? ഇനി ഗോപാൽ രക്ഷപ്പെട്ട് എങ്ങോട്ട് ഓടാൻ പറ്റില്ല. എടാ, നിനക്ക് പിടിക്കണെങ്കിലേ മാധവനെ ചെന്ന് പിടിക്ക്, എന്നെ പിടിക്കല്ലേ.
അല്ല എന്നെയല്ല ഇന്നാ റിട്ടേൺ ടിക്കറ്റ് വാങ്ങിച്ചോടാ. ചേട്ടാ ഈ ലക്ഷ്മൺ രേഖ ഇപ്പൊ റിവേഴ്സിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ചേടാ നിങ്ങളുടെ തലയ്ക്ക് ആരാണ് ഗിഫ്റ്റ് റാപ്പ് ഇട്ടത്? എന്നാ പിടിച്ചോ ലക്ഷ്മണ, ഇപ്പൊ നിനക്കൊരു ചാൻസ്. അയ്യോ ഇതെന്താ നിക്കണോ അവിടെ? നിക്കണോ പറഞ്ഞേ? നമ്മൾ ആരാണെന്ന് ഈ പാർട്ടിയിൽ നമ്മളെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ പാർട്ടിയിൽ നിന്ന് രക്ഷപ്പെടാനാ. വാടാ. എങ്ങോട്ടാടാ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നത്? പിടിച്ചടാ, ഞാൻ നിങ്ങളെ പിടിച്ചടാ. വേഷം മാറി വന്ന് നിങ്ങളെ ഞാൻ പിടിച്ചടാ. അതിനുള്ള പ്രൂഫ് എന്റെ കയ്യിലുണ്ട്. വേഷം മാറി വന്നോ? ആരാടാ? പപ്പി നമ്മളെ പ്രൂഫോടെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ എന്ത് സംഭവിക്കും നോക്കണം സാർ. നിങ്ങളുടെ ബ്രില്യൻ സ്റ്റുഡൻസ് രഹസ്യമായിട്ട് പാർട്ടിയിൽ വലിഞ്ഞു കയറി വന്നിരിക്കുകയാണ്. ഗോപാൽ, മാധവ്, നിങ്ങൾ ഈ പാർട്ടിയിൽ എന്തിനാ രഹസ്യമായി കയറി വന്നത്? പക്ഷെ സാർ നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ഈ കുട്ടികളോട് പാർട്ടിയെ കുറിച്ച് പറയാൻ പാടില്ല. തീർച്ചയായും പറയണം എന്നാണ് ഞാൻ പറഞ്ഞത്. ക്രിസ്മസ് പാർട്ടിയെ കുറിച്ച് തീർച്ചയായും പറയണമെന്നാ പറഞ്ഞത്. എന്ത്? അങ്ങനെയാണ് ഞങ്ങൾ ഈ പാർട്ടിക്ക് വരാൻ വേണ്ടിട്ട് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത് വേസ്റ്റ് ആയി പോയെന്നോ? ഞാൻ ഒരു കാരണവുമില്ലാതെ ഇവരെ തടഞ്ഞു നിർത്താൻ പോയതാണ് തെറ്റായി പോയത്. ഇനിയിപ്പോ എന്ത് ചെയ്യാം? എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പാർട്ടിയിൽ ഇൻവിറ്റേഷൻ ഉണ്ടോ സാർ? പക്ഷെ ഒരു കാര്യം, ഈ പപ്പി ഇവിടെ ഉണ്ടാവരുത്. ഇവൻ എന്റെ പാർട്ടി മുഴുവൻ നശിപ്പിച്ച് കൊളവാക്കി വെച്ചിരിക്കുക. സോറി മേയർ സാർ, നിങ്ങൾ എന്റെ കൂടെ വരൂ. നിക്കടാ പപ്പി, അത്ര ഈസി ആയിട്ടൊന്നും നിന്നെ പറഞ്ഞയക്കില്ല. ഞങ്ങൾ ക്രിസ്മസ് പാർട്ടി പപ്പിയുടെ കൂടെ ചേർന്ന് ആഘോഷിക്കാൻ പോവാണ്. സാർ നിങ്ങളുടെ പാർട്ടിയിൽ ഒരു തകരാറും പറ്റിയിട്ടില്ല സാർ. നിങ്ങളുടെ പാർട്ടി ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. പ്ലീസ് ഒന്ന് ഓക്കെ എന്ന് പറയണം സാർ. ദയവിത് സമ്മതിക്കണ്ട സാർ. ഇതെനിക്ക് ഒറ്റയ്ക്ക് ആഘോഷിക്കാനുള്ള ക്രിസ്മസ് പാർട്ടി അല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പാർട്ടിയാണിത്. അപ്പോ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒന്നിച്ച് ക്രിസ്മസ് പാർട്ടി ആഘോഷിക്കാൻ പോവുകയാണ്. ആഘോഷിക്കാം. Merry